വഴിയാണ് ഒരു ബാങ്ക് അക്കൗണ്ട് ഒക്കെ തുടങ്ങിയത്. അപ്പൊ ചിലര് സഹായിക്കും. ആശുപത്രിയുടെ അവിടെ ചെന്ന് കിടക്കുമ്പോ ചിലര് അവിടെ ചെറിയൊരു ഓട്ടങ്ങൾ ആശുപത്രിയിൽ ഡിസ്ചാർജ് ആയിട്ട് പോവാനായിട്ട് ഒരു 5 കിലോമീറ്റർ 10 കിലോമീറ്റർ ഒക്കെ ഉണ്ടെങ്കിൽ പോകുമ്പോഴേക്കും ചിലപ്പോ കയ്യിൽ കാശ് ഉണ്ടാവില്ല മക്കൾക്ക്. കയ്യിൽ അയച്ചാൽ വേണ്ടി ഗൂഗിൾ പേ നമ്പർ ഇവിടെ ഒട്ടിച്ചാണ്. സന്തോഷം എന്ന് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഞാൻ വിചാരിക്കും ഞാനാ പാവപ്പെടുന്നത്. പക്ഷെ എന്നെക്കാട്ടും താഴെത്തട്ടിലുള്ള ആൾക്കാരുണ്ട്. അവര് വന്ന് നമ്മുടെ അടുത്ത് സങ്കടങ്ങള് പറയുമ്പോ നമ്മളെല്ലാം ഇല്ലാണ്ടായി പോവാ. ഒരു സങ്കടം സന്തോഷം എല്ലാം ഇടകലർന്ന ജീവിത. എന്റെ പേര് രേവത് ബാബു എന്നാണ്. തൃശ്ശൂര് വരന്തരപ്പള്ളിയിലെ വീട്. എല്ലാവരും വിചാരിച്ച് ചാലക്കുടിയിലാണ്. ചാലക്കുടിയല്ല. മണിച്ചേട്ടൻ എന്നെ സ്നേഹിച്ച് വളർത്തി വലുതാക്കി എല്ലാ ഹെൽപ്പ് ഉണ്ടായിരുന്നു മണിച്ചേട്ടൻ. അതുകൊണ്ടാണ് എല്ലാവരും ചാലക്കുടി എടുത്തു പറയുന്നത്. കലാഭവൻ മണിച്ചേട്ടനാണ് എല്ലാം വരുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുപ്പം മുതല് പഠിക്കാൻ വരെ എല്ലാ ഹെൽപ്പും മണിച്ചേട്ടന് ചെയ്തു തന്നായിരുന്നു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എഴുതിയ പേരാണ് ഇവരെ മണിച്ചേട്ടന് വാങ്ങി തന്നായിരുന്നു. അപ്പോ കലാഭവൻ മണിച്ചേട്ടൻ എന്റെ വണ്ടി നമ്പറൊക്കെ ബെൻ 100 ബെൻ ജോൺസൺ. ഇത് ബെൻ ജോൺസൺ. ഇത് മണിച്ചേട്ടന് കിട്ടാത്ത മാർക്ക് 100. ഇതാണ് ബെൻ 100. അത് മണിച്ചേട്ടനെ ഓർക്കാൻ വേണ്ടി വണ്ടി ഈ നമ്പർ പേര് കാണും മണിച്ചേട്ടന് ഓർമ്മ വരണം. അവര് ലക്ഷ്യം കൊണ്ട് ഇട്ടേണ പേരാ. പിന്നെ എപ്പോഴും എന്റെ ഈ പേഷ്യൻസിന്റെ ഓട്ടോ ഒക്കെ പോകുമ്പോ ക്യാൻസർ പേഷ്യന്റ്, ഡിസ്ചാർജ് പേഷ്യന്റ്, ഡയാലിസിസ്, റേഡിയേഷൻ, കീമോ, അതിനൊക്കെ തിരുവനന്തപുരം RCC ഒക്കെ പോയിട്ട് കഴിഞ്ഞ് പാർക്കിങ്ങിൽ കിടക്കുന്ന സമയത്ത് വന്നിട്ട് എന്റെ കാര്യം ഒന്നല്ല കൂടുതൽ ചോദിക്കുക. ഏറ്റവും കൂടുതൽ മണിച്ചേട്ടന്റെ കാര്യം. മണിച്ചേട്ടന്റെ വീട്ടിൽ പോകാറില്ല, ചേച്ചി എവിടെയാണ്, മോള് എവിടെയാണെന്നൊക്കെ, അമ്മൂമ്മളുടെ കാര്യമൊക്കെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുക. അത് മണിച്ചേട്ടനോട് ഇപ്പോഴും സ്നേഹമുള്ളതുകൊണ്ടാ. എന്റെ വീട്ടില് ഇപ്പൊ ഞാനും അമ്മയും മാത്രം. മാമന്റെ വീട്ടിലാണ്. സ്വന്തമായിട്ട് ഒരു വീടില്ല. ഈ സ്വന്തമായിട്ട് വീട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛനും 1 വയസ്സുള്ള ഉപേക്ഷിച്ചു പോയതാ. അപ്പൊ അമ്മ ഞങ്ങള് 2 മക്കളെ എന്നും പെങ്ങളെയും കൂടി തൃശ്ശൂർ വരന്തരപ്പള്ളിക്ക് കൊണ്ടുവന്നു. അവിടെയാണ് ചെറുപ്പം മുതല് അമ്മ കൂലിപ്പണി ചെയ്തിട്ടാണ് ഞങ്ങൾ നോക്കി വലുതാക്കിയത്. കണ്ണട വെച്ചാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ പവർ കൊണ്ടോന്നില്ല. 2-3 ദിവസമായി ഉറങ്ങിയിട്ട്. ഈ ആശുപത്രി ഓട്ടങ്ങളുള്ളതുകൊണ്ടേ ഉറക്കൊളിച്ച് തന്നെ വണ്ടി ഓടിക്കണത്. ഇന്നലെ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് ഇവിടേക്ക് തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് ഒരു ഓട്ടം ഉണ്ടായിരുന്നു. ഇന്ന് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ നിന്ന് നമ്മുടെ ചങ്ങനാശ്ശേരി വരെ ഉണ്ടായിരുന്നു. ഇല്ല. അത് ആശുപത്രിയിൽ ഡിസ്ചാർജ് ആയിട്ട് കൊണ്ടാക്കാനായിട്ട് അവര് പൈസ ഇല്ലാണ്ടിരിക്കുന്ന പേഷ്യന്റിന് അവര് ചിലവര് ഡീസൽ അടിച്ചരും. ഇല്ലാത്തവരൊന്നും വാങ്ങില്ല. നമ്മള് ജനിച്ചു വരുമ്പോ ഒന്നും കൊണ്ടുവരുന്നില്ല, മരിച്ചു പോകുമ്പോ ഒന്നും നമ്മള് ഭൂമിയിൽ നിന്ന് കൊണ്ടുപോകണില്ല. അത് നമ്മൾ ആലോചിച്ചാൽ മതി. പക്ഷെ അല്ലാത്ത ഈ ആശുപത്രി ഓട്ടം അല്ലാത്ത ദിവസം നമ്മൾ തൃശ്ശൂർ ടൗണിലൊക്കെ പോയിട്ട് ഓടുന്ന പൈസ കൊണ്ട് നമ്മള് വീട് കഴിയുന്നു. അത് കുറച്ച് വരുമാനം നീക്കിച്ചിട്ട് ഈ ആശുപത്രി ഓട്ടങ്ങൾ ഓടുന്നു. അതുപോലെ തന്നെ അതെ, അത് 65 ദിവസം അവിടെ ഉണ്ടായിരുന്നു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വണ്ടി ജൂൺ 15-ാം തീയതി കോതമംഗലത്തേക്ക് പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ചാലക്കുടിയിൽ വെച്ചിട്ട് ഒരു കാറ് ആക്സിഡന്റ് സംഭവിച്ചു. വണ്ടി തകർന്നിരിക്കുന്ന വണ്ടി പണി കഴിഞ്ഞ് പെയിന്റിങ് കഴിഞ്ഞിരിക്കുമ്പോഴാണ് അർജുൻചാന്റെ ആക്സിഡന്റ് ഉണ്ടാവുന്നത്. അപ്പോ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായം ചെയ്യാനാണ് ഞാൻ അവിടം വരെ എത്തിയത്. നമ്മുടെ കർണാടക അങ്കോള ഷിരൂരിലെത്തി. അവിടെ 65 ദിവസം മനാഫ്കാട് കൂടി ഉണ്ടായിരുന്നു. മനാഫ്കയ്ക്ക് ഒരു സഹായം താങ്ങുന്ന ആളായിട്ട് അവിടെ ഉണ്ടായിരുന്നു. എനിക്ക് നീന്തലോ മുങ്ങാനൊന്നും അറിയില്ല. എന്നാലും എന്നെ ഒരു കൈ സഹായം എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റി. നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞാൻ ജീവകാരുണ്യ പ്രവർത്തനം എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അതിനൊന്നും അർഹതപ്പെട്ട ഒരാളെന്നല്ല ഞാൻ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ഇന്ന് ചെയ്യാൻ പറ്റുന്ന ഇന്ന് ചെയ്യാം, നാളേക്ക് വെച്ച് നീട്ടരുത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ ഒരു ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് ജീവനോടെ ഇല്ലെങ്കിലോ ഇന്ന് ചെയ്ത് തീർക്കെല്ലാം. ഇല്ല, വീടില്ല. ഇത് അതെ, മാമന്റെ വീട്ടില്.
എവിടുന്ന് എപ്പോ വേണമെങ്കിലും ഇറക്കി വിട്ട് കഴിഞ്ഞാൽ പെരുവഴിക്ക് തന്നെ ഇറങ്ങി പോകേണ്ടി വരും. ഇങ്ങോട്ടൊരു വീടൊക്കെ വേണ്ടേ ഇനി? വേണം. അതൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷെ നടക്കില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നടക്കാത്ത കാര്യം എന്താ? ഇന്ന് ആൾക്കാർ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഓട്ടോത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് ഞാൻ ലക്ഷങ്ങൾ സമ്പാദിച്ചു. ഒരിക്കലും ഇല്ല. ഒരു കാരണവശാലും ഞാൻ ലക്ഷങ്ങൾ സമ്പാദിച്ചില്ല. ഇന്ന് ഞാൻ സീറോ ബാലൻസാ. ചിലവര് എണ്ണ അടിച്ചു തരും. അപ്പൊ എനിക്ക്